പ്രിയപ്പെട്ടവരെ, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അത് ക്ഷയിച്ചു വരുന്നുവെങ്കിൽ ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടികൾ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ ആക്രമണം നടത്തി സ്റ്റീൽ കമ്പനിയെ ആക്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് പകരമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തന്നെ പുറത്തുവിടുന്നത് 2 അമേരിക്കൻ അലൂമിനിയം കമ്പനികളാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ ഏരിയകളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തേത് UAE-യിലുള്ള ഇമാൽ എന്നറിയപ്പെടുന്ന അലൂമിനിയം ഫാക്ടറിയാണ്. രണ്ടാമത്തേത് ബഹ്റൈനിലുള്ള ആൽബ എന്നറിയപ്പെടുന്ന മറ്റൊരു ഫാക്ടറിയാണ്. ഈ 2 ഫാക്ടറികൾക്ക് നേരെയും മിസൈൽ ആക്രമണം നടത്തി തകർത്തു എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇറാനിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് വലിയ ഭയമായി മാറിയിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തിരിച്ചടി എന്ന നിലയിൽ ഇസ്രയേൽ ആക്രമിക്കുന്നു. ഇസ്രയേലിൽ ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അതിന് തിരിച്ചടിയായി ഇസ്രയേൽ ഇറാനിലും ആക്രമണം നടത്തുന്നു. പക്ഷേ ഇസ്രയേൽ നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആക്രമണം അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ്. അമേരിക്ക നെതന്യാഹുവിന് വാണിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി വരുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ്, അമേരിക്കയുടെ ഫാക്ടറികൾക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ ഇസ്രയേലിന് അടിക്കടി കിട്ടുന്നുണ്ടെങ്കിലും അതിലൂടെ എല്ലാം ഉണ്ടാകുന്ന തിരിച്ചടി അമേരിക്കക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ സംരംഭങ്ങളെയും ഇറാൻ ഓരോന്നോരോന്നായി തുടച്ചു നീക്കുകയാണ്. യഥാർത്ഥത്തിൽ അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളെയും ഈ യുദ്ധം തുടച്ചു കൊണ്ടുപോകുമെന്നാണ് ഈ യുദ്ധത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുക. ഇത് ഇറാൻ വളരെ മുമ്പ് തന്നെ അവകാശപ്പെട്ട കാര്യമാണ്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കയെ പുറത്താക്കുമെന്ന്. എന്നാൽ അതിനുള്ള ഘട്ടമായ നീക്കം തന്നെയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അമേരിക്കൻ സംവിധാനങ്ങൾക്ക് നേരെ മിഡിൽ ഈസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിനെ പരമാവധി അമേരിക്ക നിയന്ത്രിക്കുകയാണ്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക.